ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു മോട്ടർ വർക്ക് ചെയ്യുന്നില്ല പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ നമ്മളൊന്ന് പോയി നോക്കിയപ്പോൾ ഇവിടെ റിവേഴ്സ് ഫോർവേഡ് സ്വിച്ച് ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ. എന്തിനാണത് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു മോട്ടറും രണ്ട് വീട്ടിലേക്കുള്ള കണക്ഷനാണ്. അങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് ഒരു മോട്ടർ വെച്ചിട്ട് രണ്ട് വീട്ടിലേക്ക് ഇവർ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നോക്കിയപ്പോൾ ഞാൻ തന്നെ അത് സെറ്റ് ചെയ്തിട്ട് 4 വർഷത്തോളമായി. അപ്പോൾ അത് ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു വീട്ടിലേക്കുള്ള കണക്ഷൻ മാത്രമേ ഇതിലേക്ക് വരുന്നുള്ളൂ. വേറൊരു വീട്ടിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് ഓൺ ചെയ്തപ്പോൾ വരുന്നില്ല, കണ്ടോ. അപ്പോൾ നമ്മൾ വേറൊരു വീട്ടിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വീട്ടിലും റൈറ്റ് സൈഡിലേക്ക് ഒരു വീട്ടിലത്തെ കണക്ഷനാണ്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ എന്തായാലും നമുക്കത് മാറ്റാമെന്ന് കരുതി. കുറച്ച് വർഷങ്ങളായി, 4 വർഷത്തോളമായി. അപ്പോൾ അത് ലൂസ് കോൺടാക്റ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളത് മാറ്റാമെന്ന് കരുതി. അപ്പോൾ രണ്ട് വീട്ടിലത്തെ മെയിൻ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്തു. ഇപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വോൾട്ടേജ് രണ്ട് സൈഡിലും വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇവിടെ റിവേഴ്സ് ഫോർവേഡ് സ്വിച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വോൾട്ടേജൊക്കെ നല്ല രീതിയിൽ തന്നെ രണ്ട് സൈഡിൽ നിന്നും രണ്ട് വീട്ടിൽ നിന്നും കറക്റ്റ് വോൾട്ടേജ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വോൾട്ടേജിൻ്റെ ആ പ്രശ്നങ്ങളൊന്നുമില്ല. നോക്കുമ്പോൾ സ്വിച്ച് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും കംപ്ലീറ്റ് അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് മൂരാം കേട്ടോ. ഈ ഒരു സ്വിച്ച് വയ്ക്കുന്നതോളം നമ്മൾ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ആ വീട്ടിലുള്ള ഫേസ് ന്യൂട്രലും കട്ടാവും. അതേപോലെ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ വീട്ടിലുള്ള ഫേസ് ന്യൂട്രൽ വരും. അപ്പോൾ അതാണ് ഇതിൽ നടക്കുന്നത്. ഇത് റിവേഴ്സ് ഫോർവേഡിന് ഉപയോഗിക്കുന്ന സ്വിച്ചാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ നമ്മൾ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം 2-3 വീട്ടിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇതാണ് എളുപ്പം കേട്ടോ. നോക്കുമ്പോൾ ഇതെന്തായാലും ഇതൊരു മാറ്റാമെന്ന് കരുതി. അപ്പോൾ പുതിയത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ. നമ്മൾ പുതിയൊരു റിവേഴ്സ് ഫോർവേഡ് സ്വിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 32 ആംസിൻ്റെ റിവേഴ്സ് ഫോർവേഡ് സ്വിച്ചാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഏകദേശം കുഴപ്പമില്ല, നല്ല ഒരു ബ്രാൻഡ് തന്നെയാണ്. കോണ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് കേട്ടോ. നമ്മൾ ബ്രാൻഡ് പറയല്ല, ഇതുവരെയ്ക്കും കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഇത് ഞാൻ അത്യാവശ്യം 2-3 വീടുകളിൽ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ക്രോസ് ഇങ്ങനെ ഒരു ലിങ്ക് കാണാം. അവർ റിവേഴ്സ് ഫോർവേഡിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്കതൊന്നും അതൊക്കെ കട്ട് ചെയ്ത് കളയാം. നമുക്ക് ആ കമ്പിയുടെ ആവശ്യം നമുക്ക് വരുന്നില്ല കേട്ടോ. നമ്മളെന്തായാലും അത്രയും കമ്പികളൊന്നും അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ ലീഡുകൾ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മൾ അതൊക്കെ കട്ട് ചെയ്തു. നമുക്ക് തിരിച്ച് അതേപോലെ തന്നെ അതിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. നമ്മൾ അതേ സെയിം സാധനം ആയതുകൊണ്ട് നമുക്ക് സെയിം ഹൈറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഹോൾ തന്നെ മതി. നമുക്ക് സെപ്പറേറ്റ് ഡ്രില്ലടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ അതിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചു. ഇനിയുള്ളത് 2 ഇന്നും ഒരു ഔട്ടുമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യണം. അതിന് മുന്നേ ആ ലിവറൊന്ന് നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. അത് കറക്റ്റ് ആ ഹോളിൽ വെച്ചാൽ മാത്രമാണ് അത് സ്ക്രൂ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് നേരം ഒന്ന് ശ്രമിച്ചിട്ടാണ് അത് ഇട്ടത്. ഓക്കെ, അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം നമ്മൾ ഔട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം ഔട്ട് കൊടുക്കേണ്ടത് സെൻറ്റർ പോയിൻ്റ് ആട്ടോ. നമ്മൾ സെൻറ്റർ പോയിൻ്റത്തെ ഏറ്റവും അറ്റത്തെയും ഏറ്റവും താഴത്തെയും ഫസ്റ്റത്തെയും ഏറ്റവും താഴത്തെയും ലീഡിൽ നമുക്ക് കൊടുക്കാം. ഫേസ് ന്യൂട്രൽ കറക്റ്റായിട്ട് നോക്കണം. നമ്മൾ മോട്ടറിൻ്റെ DPയിൽ ഫേസ് എവിടെ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ആ വയർ തന്നെയാണ് ഇതിലും കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്ത ശേഷം അടുത്ത വീട്ടിൽ നിന്ന് വരുന്ന ഒരു ഇന്ന് ഇപ്പുറത്തെ സൈഡിലും പിന്നെ ഒരു വീട്ടിലത്തെ ലൈന് ഇപ്പുറത്തെ സൈഡിലും കൊടുക്കുക. അത് ഞാൻ ഇപ്പോൾ കുറച്ച് സ്പീഡാക്കിയത് മാത്രം, വീഡിയോ കുറച്ച് ലെങ്ത് ആവണ്ടെന്ന് കരുതി. ഞാനെന്തായാലും ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല സ്ലോവിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ലീഡ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേപോലെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത്രയും കാലം ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. ഇനി അതിൽ വേറെ വല്ല മെത്തേഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ചേഞ്ച് ഓവറിനൊക്കെ സിംഗിൾ ഫേസും ചേഞ്ച് ഓവറൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. ഇതാകുമ്പോൾ കുറച്ച് റേറ്റ് കുറവാണ്. ഒരു 600 സംതിങ്, ഒരു 700 രൂപയുടെ ഉള്ളിൽ നമുക്കിത് ഈ ഒരു റിവേഴ്സ് ഫോർവേഡ് സ്വിച്ച് കിട്ടും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ചേഞ്ച് ഓവറൊക്കെ മേടിക്കണമെങ്കിൽ ഒരുപാട് പൈസ വരും. അപ്പോൾ അതിനെക്കാട്ടി ഏറ്റവും നല്ല ഒരു ഐറ്റമാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് വെക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇതിൻ്റെ വയറൊക്കെ കറക്റ്റായിട്ട് കുറച്ച് കൊടുക്കാനുണ്ട്. കറക്റ്റായിട്ട് കുറേ വയറുകൾ കൊടുക്കാണ്ട് 2 ഇന്ന് അതുപോലെ 2 ഔട്ട് എന്നുള്ള കറക്റ്റായിട്ട് വയറൊക്കെ കൊടുത്ത് എവിടെയും ടച്ച് ആവാത്ത രീതിയിൽ മടക്കി നല്ല വൃത്തിയിൽ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഈ ലൈനാണ് നമ്മൾ ഇന്ന്, അതുപോലെ ഈ കാണുന്ന 2 ലൈന്, അതുപോലെ ഇതാണ് നമ്മൾ ഇതിൻ്റെ ഔട്ട് കേട്ടോ. ഇത് ഫസ്റ്റ് വരുന്നത് ഇന്ന്, നമ്മൾ മേലെ ബ്ലൂ ഒക്കെ ഫേസാണ്, താഴെയൊക്കെ ന്യൂട്രൽ. അതുപോലെ നമ്മൾ ഈ 2 ഇന്നും ഒരു ഔട്ട് നമ്മൾ കൊടുത്തിട്ട് നമുക്ക് എന്തായാലും ആദ്യം ലൈൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ടെസ്റ്റർ വെച്ച് നോക്കി ലൈനൊക്കെ വരുന്നുണ്ട് കേട്ടോ. സോറി, താഴെയാണ് ഫേസ് വരുന്നത് കേട്ടോ, മുകളിൽ ന്യൂട്രലാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ പുറത്തേക്കൊന്ന് മാറ്റിയിട്ട് നോക്കി നോക്കാം. ഓക്കെ, വോൾട്ടേജൊക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, മോട്ടർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ലൈൻ ഓക്കെയാണ്. നമുക്കൊന്ന് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്ത് നോക്കാം. സെൻറ്ററിൽ ഓഫാണ്. ഇപ്പോൾ ഇപ്പുറത്തെ വീട്ടിലത്തെ കണക്ഷൻ ഉപയോഗിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ അതും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കണക്ഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മളിതെന്തായാലും ഇതിൻ്റെ വർക്കിംഗ് കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇതിൻ്റെ പണിയൊക്കെ തീർത്തു. അവരും ഹാപ്പിയായി, വീട്ടുകാരും. 2-3 ദിവസമായി ഇത് കംപ്ലൈൻറ്റ് വന്നിട്ട് നമുക്കിങ്ങനെ
വിളിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് കുറച്ച് ടൈം ഇല്ലാത്തതുകൊണ്ട് പോകാതിരുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് റിവേഴ്സ് ഫോർവേഡ് സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിലത്തെ ഒരു മോട്ടോർ ഉപയോഗിച്ച് 2 കണക്ഷനിൽ നമുക്ക് എങ്ങനെയാണ് വെള്ളം പമ്പ് ചെയ്യാമെന്നുള്ളതൊക്കെ നിങ്ങൾ അറിഞ്ഞു കണ്ടു. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒരു സ്വിച്ച് വെച്ചു, നമ്മൾ കറക്റ്റ് നല്ല വൃത്തിയുണ്ട്, കാണാനും വൃത്തിയുണ്ട്. കാരണം നമുക്കൊരു സേഫാണ്, ആർക്ക് വേണമെങ്കിൽ ഇത് പെട്ടെന്ന് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും.